ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നും പുതിയൊരു വ്ളോഗുമായി ഞാൻ വന്നു കേട്ടോ. ഇന്നലെ ഞങ്ങളൊരു ട്രിപ്പ് പോയതായത്. എങ്ങോട്ടാണെന്നല്ലേ? ജംഗിൾ സഫാരിക്കാ. ഇത് ഭരത്പൂരിലാട്ടോ. രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ വേഗം റെഡിയായി 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ചൂട് തുടങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ജംഗിൾ സഫാരി തുടങ്ങുന്ന സമയം രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ്. അതിനു മുന്നേ അവിടെ എത്തണം. ആ കാണുന്നത് ചിലിക്ക ലേക്കാട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാട്ടോ, വീഡിയോ ആണെന്ന് അറിഞ്ഞില്ല. നന്ദയും ലക്കിയും നല്ല സന്തോഷത്തിലാണ്. കുറേ നാളുകൊണ്ട് പറയുന്നതാണ് നന്ദ ജംഗിൾ സഫാരിക്ക് പോണ കാര്യം. ഇപ്പോഴാണ് പറ്റിയത്. ടൈഗറിൻ്റെ പുറത്തിരിക്കാനും 2 എണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവരാനുമാണ് ലക്കി വരുന്നത്. ഇനി അവൻ ഡ്രൈവ് ചെയ്തോളാം, അച്ഛൻ സൈഡിലിരുന്നോളാം പറയുക. അങ്ങനെ ഓരോരോ കോമഡികളൊക്കെ ഓരോരുത്തരും പറഞ്ഞിരിക്കുക. ഏട്ടൻ ഗൂഗിൾ മാപ്പിൽ തിരിയുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ആ ഗൂഗിൾ മാപ്പ് ഒരു വീട്ടുമുറ്റത്ത് കൊണ്ട് എത്തിച്ചതാ. അത് നിങ്ങളും കണ്ടതല്ലേ. വീണ്ടും ആ മാപ്പ് തന്നെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും വിശക്കും. ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. എന്തെങ്കിലും വാങ്ങാൻ പറയുക. ചോറൊന്നും വേണ്ട, സ്നാക്സ് മതിയെന്ന്. അതിനുള്ള വിശപ്പാ. അടുത്ത ഏത് കട കണ്ടാലും നിർത്താൻ പറഞ്ഞിരിക്കുക. ഇവിടെയൊക്കെ ബൈക്കിൽ എത്ര പേരാ പോകുന്നതെന്ന് നോക്കിയേ. ഒരാൾക്ക് പോലും ഹെൽമറ്റ് ഇല്ല. പോരാത്തതിന് 3-4 പേരാണ് വണ്ടിയിൽ. ഇത് കണ്ടപ്പോൾ നാട്ടിൽ കാറിൽ ഹെൽമറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞ് പെറ്റി അടയ്ക്കേണ്ടി വന്ന ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. ഇപ്രാവശ്യം ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് തന്നെ ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അടി മനസ്സിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്രാവശ്യം ഇനി ആരുടെ വീട്ടിൻ്റെ മുറ്റത്താണ് ചെന്നിറങ്ങുന്നതെന്ന്. ഇതിപ്പോൾ റോഡിൽ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ചോദിച്ചെങ്കിലും പോകാം. അന്നായിരുന്നു അടിപൊളി. അവിടുത്തെ പല സ്ഥലങ്ങളിലും ഒരു ഉറുമ്പ് പോലും ഇല്ലായിരുന്നു. അപ്പോഴും വണ്ടിയിൽ കയറിയാൽ വിശക്കുന്നവരുടെ വിളികൾ വന്നുകൊണ്ടേയിരുന്നു. ഒരു കടയില്ലായിരുന്നു ഇത്രയും നേരം. നോക്കിയിരുന്നാൽ ഒന്നും കാണില്ല. ആവശ്യമില്ലാത്തപ്പോൾ നിറയെ കടയാ. അങ്ങനെ ഒരു കട കണ്ടു കേട്ടോ. അവിടെ ഇറങ്ങി കുർക്കുറയും ലേസും പിന്നെ വേറെയും കുറച്ച് സ്നാക്സുകളും വാങ്ങി. ഏട്ടനൊരു ചായയും. അവിടെ ഉണ്ടായിരുന്ന പൂച്ചയെ മോൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനോടായി കളി. അവസാനം അതിനെ വിട്ടിട്ട് വരാൻ വയ്യ. അതിനെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ആകെ ബഹളം. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവനെ വണ്ടിയിൽ കയറ്റി.
മോൻ്റെ കൈ കഴുകിക്കൊണ്ട് നിന്നപ്പോൾ പറക്കുന്തളിക സിനിമയിലെ പോലെ ഒരു ബസ് വന്ന് നിന്നു. മൊത്തം പോക. ഞങ്ങൾ എത്തിയിട്ടോ ജംഗിൾ സഫാരിക്ക്. ഇതിപ്പോൾ ആരണ്ടോ ചന്തയ്ക്ക് പോയതുപോലെ ആയിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന്, അത് നേരത്തെ ചെയ്യണമെന്ന്. എന്തോ പറയാനാ, മലപ്പുറം കത്തി അമ്പുമില്ലു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്നതാ. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. രണ്ടാൾക്കും സങ്കടമായി. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് കരുതി. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഞങ്ങൾ കയറി കേട്ടോ. കടയുടെ പേര് കണ്ടോ? പുറത്തുനിന്ന് നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും തോന്നിയില്ല. അകത്തോട്ട് കയറിയപ്പോൾ നല്ല തിരക്ക്. ഇവിടെ ഉള്ളവരും പഴങ്കഞ്ഞി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കരുതിയത് നമ്മുടെ സ്വന്തമാണ് പഴങ്കഞ്ഞിയെന്ന്. സീറ്റ് എല്ലാം ഏകദേശം ഫുള്ളാ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ആരോ പറഞ്ഞു വെച്ചതുപോലെ 4 സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പ്ലേറ്റ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. കൊണ്ടുവന്ന പ്ലേറ്റ് കണ്ടപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത്. ഒരു പ്ലേറ്റിലുള്ളത് ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഐസ്ക്രീമും കൂടെ വാങ്ങിക്കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്തൊരു സൂ ഉണ്ടെന്നറിയാം. ഇനി അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. ടൈഗറിൻ്റെ പുറത്ത് കയറിയില്ലെങ്കിലും ഒന്ന് കണ്ടാലെങ്കിലും മതിയെന്നായി അവസാനം. വഴിയിലെല്ലാം നിറയെ കണിക്കൊന്ന. വെയിൽ കൊണ്ട് മഞ്ഞ നിറമെല്ലാം പോയി വെള്ള കണിക്കൊന്നയായി നിൽക്കുന്നു. ഇനി സൂവിൽ ചെന്നിട്ട് ബാക്കി കാഴ്ച. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.